ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ത്യയുടെ കൂടെ പിറന്ന അയൽ രാജ്യമായ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് നമ്മളെക്കാൾ ഒരു ദിവസം മുന്നേ, അതായത് ഓഗസ്റ്റ് 14 അവരുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന്? നിയമപരമായി രണ്ട് രാജ്യങ്ങൾക്കും ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടിയത്. പിന്നെ എങ്ങനെ രണ്ട് ഡേറ്റുകൾ വന്നു? ആ ചരിത്രം ഒന്ന് പറയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകം രാജ്യം വേണം, അതായത് ഒരു ടു നേഷൻ തിയറി ശക്തമായിട്ട് ഉയർത്തി. വർഗീയ കലാപങ്ങളും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കാൻ ഒടുവിൽ വിഭജനം അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഒരൊറ്റ ഇന്ത്യ രണ്ട് രാജ്യങ്ങളായിട്ട് പിളർന്നത്. 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഓഗസ്റ്റ് 15 രണ്ട് രാജ്യങ്ങൾക്കും ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. എന്നാൽ രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാന്റെ ആഘോഷം ഓഗസ്റ്റ് 14 അതിലൊന്നാമത്തേത് വൈസ്രോയ് മൗണ്ട് ബാറ്റന്റെ ട്രാവൽ ഷെഡ്യൂൾ കാരണമാണ്. ബ്രിട്ടീഷ് ഭരണാധികാരിയായിട്ടുള്ള വൈസ്രോയ് മൗണ്ട് ബാറ്റന് ഒരേ സമയം കറാച്ചിയിലും ഡൽഹിയിലും സാന്നിധ്യമാകാൻ കഴിയില്ലായിരുന്നു. ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഡൽഹിയിൽ സ്വാതന്ത്ര്യം കൈമാറേണ്ടതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് മൗണ്ട് ബാറ്റൻ കറാച്ചിയിലെത്തി മുഹമ്മദ് അലി ജിന്നയ്ക്ക് അധികാരം കൈമാറി. രണ്ടാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ സമയവ്യത്യാസമാണ്. അതായത് ഇന്ത്യൻ സമയം ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണിയാകുമ്പോൾ പാകിസ്ഥാനിൽ സമയം രാത്രി 11:30 ആയിരുന്നു. അതായത് അവിടെ അപ്പോഴും ഓഗസ്റ്റ് 14. പോരാത്തതിന് അന്ന് റമദാനിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള 27ാം രാവ് കൂടിയായിരുന്നു. അങ്ങനെ അധികാരം ഔദ്യോഗികമായിട്ട് ഏറ്റുവാങ്ങിയ ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്രദിനമായിട്ട് സ്വീകരിച്ചപ്പോൾ അർദ്ധരാത്രിയിൽ സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യ ഓഗസ്റ്റ് 15 സ്വന്തം സ്വതന്ത്രദിനമാക്കി. എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ആയിരക്കണക്കിന് പോരാളികളുടെ ചോരയും ത്യാഗവുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അപ്പോൾ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ.